നമസ്കാരം. കണ്ണനല്ലൂർ ജീനിയസ് അക്കാഡമി ഹയർ സെക്കൻഡറി +2 വിദ്യാർത്ഥികൾക്കായി നടത്തി വരുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന ഭാഗമായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതില് പ്രോസസ്സുകൾ എന്ന് പറയുന്നത് തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുന്ന ഭാഗത്തില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളായിരുന്നു ഐസോ തെർമൽ പ്രോസസ്സും അതുപോലെ തന്നെ അഡയബാറ്റിക് പ്രോസസ്സും. ആ രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് എന്താണ് ഐസോതെർമൽ പ്രോസസ് എന്നും എന്താണ് അഡയബാറ്റിക് പ്രോസസ് എന്നും ഈ രണ്ട് പ്രോസസ്സുകളുടെ കേസിലും എത്രമാത്രം വർക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്നതിന്റെ ഇക്വേഷനും എല്ലാം നമ്മൾ ഡെറൈവ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഐസോതെർമൽ, ഐസോ എന്നത് സെയിം എന്നതും തെർമൽ എന്നുള്ള വാക്ക് ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടും ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുമ്പോൾ ആ പ്രോസസ്സിലുടനീളം ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഒരു പ്രോസസ് ഐസോതെർമൽ ആണ് എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊരു സ്ലോ പ്രോസസ് ആണ് എന്ന് ചോദ്യത്തിൽ എടുത്തു പറയുകയാണ് എങ്കിൽ, അപ്പൊ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോസസ് ഐസോതെർമൽ ആണ് എന്ന് എന്താ പറയാ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഐസോതെർമൽ എന്നുള്ള ടേം അതിനകത്ത് ഇല്ല എങ്കിൽ. ഇനി പ്രോസസ്സ് വളരെ സഡൻ ആയിട്ട് നടക്കുന്ന, ക്വിക്കായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് പൊട്ടുകയാണ്, ബേസ്റ്റ് ചെയ്യുകയാണ് എന്നൊക്കെയാണ് ചോദ്യത്തിലുണ്ട് ഉള്ളത് എങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കുക അതൊരു അഡയബാറ്റിക് പ്രോസസ് ആണ്. ഇൻ ദ കേസ് ഓഫ് ആൻ അഡയബാറ്റിക് പ്രോസസ് there is change in temperature, pressure, volume. നമ്മുടെ സാധാരണയുള്ള തെർമോഡൈനാമിക് കോർഡിനേറ്റ്സിനെല്ലാം തന്നെ എന്ത് സംഭവിക്കാം? ചേഞ്ച് സംഭവിക്കാം. പക്ഷേ അവിടുത്തെ ഹീറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്സിലേക്കോ സറൗണ്ടിങ്സിൽ നിന്നും തിരിച്ച് സിസ്റ്റത്തിലേക്കോ ഹീറ്റിന്റെ ട്രാൻസ്ഫർ അവിടെ സംഭവിക്കില്ല. അപ്പൊ അതായിരുന്നു അഡയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രം, നമ്മൾ ഓൾറെഡി ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്താണ് എന്നുള്ള കാര്യം ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. മറ്റു പല പ്രോസസ്സുകളുടെയും ഇൻഡിക്കേറ്റർ ഡയഗ്രത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇൻഡിക്കേറ്റർ ഡയഗ്രം അഥവാ PV ഡയഗ്രം, പ്രഷർ വോളിയം വെച്ചുകൊണ്ട് വരയ്ക്കുന്ന ഗ്രാഫാണ്. അത് ഐസോതെർമലും അഡയബാറ്റിക്കിനും ഒരേ ഷേപ്പ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ സ്ലോപ്പിന്റെ കേസ് വരുമ്പോഴത്തേക്കും ചെറിയൊരു വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് ആ ഗ്രാഫ്, അത് രണ്ടും ഒരു ഗ്രാഫിൽ വരച്ചാലാണ് നമുക്ക് കുറച്ചുകൂടി അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ഒരു PV ഡയഗ്രം എടുത്താൽ, പ്രഷറും വോളിയം എടുത്തു കഴിഞ്ഞാൽ ഇതിനെയാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ഗ്രാഫുകൾ ഞാൻ വരികയാണ്. ഈ ഗ്രാഫ് A എന്നുള്ള ഗ്രാഫും ഇത് B എന്നുള്ള ഗ്രാഫും. പ്രഷറിന്റെയും വോളിയത്തിന്റെയും രണ്ട് വേരിയേഷൻ ആണ്. A എന്നുള്ള കർവുണ്ട്, B എന്നുള്ള കർവുണ്ട്. നോക്കിയാൽ തന്നെ അറിയാം, അതില് A എന്നുള്ള കർവിനേക്കാൾ വളരെ സ്റ്റീപ്പായിട്ട്, അല്ലെങ്കിൽ വോളിയത്തിനുണ്ടായിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്ന വളരെ സ്റ്റീപ്പായിട്ടൊരു ചേഞ്ച് സംഭവിച്ചിരിക്കുന്ന, വോളിയത്തിനായാലും പ്രഷറിനായാലും വളരെ സ്റ്റീപ്പായിട്ടൊരു ചേഞ്ച് സംഭവിച്ചിരിക്കുന്ന B എന്നുള്ള കർവിലാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ സ്റ്റീപ്പായിട്ടുള്ള, അല്ലെങ്കിൽ ഈ രണ്ട് ഗ്രാഫുകളെ സംബന്ധിച്ച് ഗ്രാഫിന്റേതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ഗ്രാഫുകളിൽ ഏറ്റവും കൂടുതൽ സ്ലോപ്പ് ഉള്ളത് A എന്ന് പറയുന്ന കർവിനേക്കാൾ സ്ലോപ്പ് കൂടുതലുള്ളത് B എന്ന് പറയുന്ന കർവിനാണ്. അപ്പൊ സ്ലോപ്പ് കൂടുതലുള്ള വളരെ സ്റ്റീപ്പായിട്ടുള്ള കർവ് അഡയബാറ്റിക് പ്രോസസ്സിന്റെതും സ്ലോപ്പ് വളരെ കുറഞ്ഞ കർവ് എന്ന് പറയുന്ന ഐസോതെർമൽ പ്രോസസ്സിന്റെ. സോ A എന്ന് പറയുന്ന ഈ കർവായിരിക്കും എന്തിൻ്റെത്? ഐസോതെർമൽ പ്രോസസ്സിന്റെ, അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. B എന്ന് പറയുന്ന കർവാണ് അഡയബാറ്റിക് പ്രോസസ്സിന്റേതായിട്ടുള്ളത്. ദാറ്റ് മീൻസ് എന്താണ്? ഹീറ്റ് കണ്ടന്റ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള നടക്കുന്ന പ്രോസസ്സിന്റെ കേസിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമായിരുന്നു പ്രോസസ്സുകളെ പറ്റിയിട്ട് ഉള്ള അതിലെ അവസാന ഭാഗം, ഒരു ചെറിയൊരു ഭാഗമായിട്ടുള്ളത് ഈ ഒരു കർവിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തെ പറ്റിയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നീട് ഉള്ളൊരു പ്രോസസ്സുകൾ എന്ന് പറയുന്ന പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ഐസോബാറിക് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. ഐസോബാറിക് എന്ന് പറയാം. പ്രഷർ എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. ഐസോകോറിക് എന്നുള്ള പ്രോസസ് ഉണ്ട്. ആ കേസിലെന്ന് പറയുമ്പോഴത്തേക്കും വോളിയം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആയിരിക്കും എന്തായിട്ടുള്ളത്? കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. അതായത് ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിൽ പ്രഷർ എന്ന് പറയുന്ന തെർമോഡൈനാമിക് കോർഡിനേറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയും ബാക്കി എല്ലാത്തിനും വേരിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതെന്താണ്? ഐസോബാറിക് ആണ്. ഇനി വോളിയം ആണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അതെന്താണ്? ഐസോകോറിക് പ്രോസസ്സുമാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഫേസർ ഡയഗ്രം, ഇതേപോലെ തന്നെ PV ഡയഗ്രം ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. വോളിയം X ആക്സിലും പ്രഷർ Y ആക്സിലും എടുക്കുന്നു. ഇങ്ങനെ ഒരു കർവാണെങ്കിൽ, അപ്പൊ ആ കർവ് നോക്കിയാൽ തന്നെ അറിയാം, പ്രഷർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി
വൈ ആക്സിൽ എല്ലായ്പ്പോഴും വോളിയം എന്ന് പറയുന്ന എക്സ് ആക്സിലുള്ള ക്വാണ്ടിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുമ്പോഴും ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് പ്രഷറിൽ തന്നെ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇതെന്തിന്റെയാണ്? ഇത് ഐസോബാറിക് എന്ന് പറയുന്നതിന്റെ ഇന്റഗ്രൽ ഡയഗ്രമാണ്, അല്ലെങ്കിൽ ഐസോബാറിക് പ്രോസസ്സിന്റെ PV ഡയഗ്രമാണ് ഇതെന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഐസോകോറിക്കിന്റെ ആകുമ്പോഴത്തേക്കും എന്തായിരിക്കും? ഇതുപോലെ ആയിരിക്കും. പ്രഷറിന് ചേഞ്ച് ഉണ്ടാകുന്നു, വോളിയം എന്തായിട്ട് തന്നെ ഇരിക്കുന്നു, കോൺസ്റ്റന്റ് ആയിട്ട്. ഒരു പർട്ടിക്കുലർ വോളിയത്തിൽ തന്നെയാണ്, വോളിയത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല, പ്രഷറിന് എന്തുണ്ടാകുന്നുണ്ട്? ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. സോ ഇതെന്താണ്? ഐസോകോറിക്കിന്റെ കർവാണ്, ഐസോകോറിക്. സോ ഇത്രയുമാണ് പ്രോസസ്സുകളെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ പുതിയതായിട്ട് നമുക്ക് ഫോക്കസ് ഏരിയ ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസാന ഭാഗം, തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതിൽ ഏറ്റവും അവസാന ഭാഗമാണ് പറയാനായിട്ട് വന്നത് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന, അതായത് തെർമൽ പ്രോപ്പർട്ടീസ്, അതിന് മുമ്പ് കൈനറ്റിക് എനർജി, അതിനുശേഷം മൂന്നാമതൊരു ഭാഗമായിരുന്നു തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹീറ്റും വർക്കും തമ്മിലുള്ള ബന്ധമാണ് ഈ പറയുന്നതിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് ഹീറ്റ്, അതേപോലെ തന്നെ ഹീറ്റ് കൊടുക്കുമ്പോഴേ ഉണ്ടാകുന്ന ചേഞ്ച്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു പോയി. അപ്പോൾ ഈ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കൊടുക്കുന്ന ഹീറ്റ് എത്രത്തോളം വർക്കായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു അതിൻ്റെ ഒരു എന്താ പറയുക പ്രാക്ടിക്കൽ ഫോമാണെന്ന് പറയുന്നത് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പം തിയററ്റിക്കലായിട്ട് എങ്ങനെ ഒരു ഹീറ്റ് എഞ്ചിൻ ഡിസൈൻ ചെയ്യാം, പ്രധാനമായിട്ടും തിയററ്റിക്കലി, പ്രാക്ടിക്കലി ഉള്ളതല്ല, തിയററ്റിക്കലി പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു മോഡലിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ എഫിഷ്യൻസി. ഒരു എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു പർട്ടിക്കുലർ എനർജി അത് അബ്സോർബ് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ളൊരു വർക്ക് തരുന്നു. അപ്പം ആ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആയിരിക്കും എന്ന് പറയുന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ വണ്ടിയുടെയൊക്കെ മൈലേജ് എന്ന് പറയത്തില്ല, ഓരോ വണ്ടിക്ക് ഓരോ മൈലേജ് ആയിരിക്കും, അതതിൻ്റെ എഫിഷ്യൻസിയെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അപ്പം ഇവിടെ ഹീറ്റ് എന്ന് പറയുന്നതാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്, ഔട്ട്പുട്ടായിട്ട് നമുക്ക് എത്ര പവർ അല്ലെങ്കിൽ എനർജി കിട്ടുന്നു, അത് വെച്ചിട്ടാണ് എഫിഷ്യൻസി എന്ന് പറയുന്ന ടേമൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകും. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നതാണ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇതൊരു തെർമോഡൈനാമിക് ഡിവൈസ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഹീറ്റിനെ മെക്കാനിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മളൊരു ഡിവൈസിലോട്ട് ഹീറ്റ് അപ്ലൈ ചെയ്യുന്നു, അതെന്തായിട്ട് മെക്കാനിക്കൽ വർക്ക് അല്ലെങ്കിൽ മോഷനുള്ളൊരു വർക്കായിട്ട് എന്ത് ചെയ്യപ്പെടുന്നു, കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അപ്പം അങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടാനായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ്ലി നമുക്ക് വർക്ക് തരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് പറയുന്നത് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. സോ ഡെഫിനേഷൻ ഇതാണ്: തെർമോഡൈനാമിക് ഡിവൈസ് used to convert heat supplied to it into mechanical work continuous ആയിട്ട് നമുക്ക് മെക്കാനിക്കൽ വർക്ക് തരുന്ന തരത്തിൽ കൊടുക്കുന്ന ഹീറ്റിനെ മെക്കാനിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഒരു തെർമോഡൈനാമിക് ഡിവൈസ്, അല്ലെങ്കിൽ ഹീറ്റും മോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണെന്ന് പറയുന്നത് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ പാർട്സ് ഓഫ് എ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 ഭാഗങ്ങളാണ് പാർട്സ് എന്ന് പറയുന്നത്. ഒരു ഹീറ്റ് എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം പാർട്സ്: ഒന്ന് സോഴ്സ് എന്ന് പറയുന്നത്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഇപ്പൊ ജസ്റ്റ് അതിന്റെ പേരുകൾ മാത്രം ഒന്ന് പറഞ്ഞു പോവാണ്. ഒന്ന് സോഴ്സ്, 2 ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ്, 3 ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം, 4 സിങ്ക് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ 4 ഭാഗങ്ങളാണ് ഒരു ഹീറ്റ് എഞ്ചിൻ ഉണ്ടായിരിക്കുന്നത്: സോഴ്സ്, വർക്കിംഗ് സബ്സ്റ്റൻസ്, 3
ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്, 4 സിങ്ക് എന്ന് പറയുന്ന 4 പ്രധാന ഭാഗങ്ങളാണ് ഒരു ഹീറ്റ് എഞ്ചിന് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതില് സോഴ്സിനെയും സിങ്കിനെയും പറ്റിയിട്ടാണ് കുറച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. ഈ സോഴ്സും അതുപോലെ തന്നെ സിങ്കും, ഇത് രണ്ടും ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ഉള്ള 2 കാര്യങ്ങളാണ്. സോഴ്സ് എന്ന് പറയുന്നതാണ് സപ്ലൈ ഹീറ്റ്, ആവശ്യത്തിന് ഹീറ്റ് കൊടുക്കുന്നത് നമ്മുടെ സോഴ്സാണ്. വർക്ക് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ഹീറ്റ് പുറത്തു കൊടുക്കുന്നു. വർക്ക് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ഹീറ്റ് പുറത്തു കൊടുക്കുന്ന, ഹീറ്റ് റിജക്ട് ചെയ്യപ്പെടുന്ന, ബോഡി ടു വിച്ച് ഹീറ്റ് ഈസ് റിജക്റ്റഡ്. വർക്ക് ചെയ്തതിനു ശേഷം ബാക്കി വരുന്ന ഹീറ്റ് പുറത്ത് കൊടുക്കുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക് കൊടുക്കും. ആ ഹീറ്റിനെ സ്വീകരിക്കുന്ന ആളാണ് സിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്, വർക്കിങ്ങിന് ആവശ്യമായുള്ള ഹീറ്റ് കൊടുക്കുന്നത്. ഇതൊരു ഹൈ ടെമ്പറേച്ചറിലായിരിക്കും, T1 എന്ന് പറയുന്ന ഒരു വളരെ ഉയർന്ന ടെമ്പറേച്ചറിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോഴ്സിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഉയർന്ന ഒരു ടെമ്പറേച്ചറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സിങ്ക് എന്ന് പറയുന്നത് ഒരു ലോ ടെമ്പറേച്ചറിലായിരിക്കും, വളരെ താഴ്ന്ന ടെമ്പറേച്ചറാണ് T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ. ഇനി ഇതിന്റെ രണ്ടിന്റെയും കോമൺ ആയിട്ടുള്ള പ്രത്യേകത ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ആണ് എന്ന് പറയുന്നത്. തെർമൽ കപ്പാസിറ്റി അല്ലെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ത്രൂ 1 കെൽവിൻ. 1 കെൽവിൻ കൂട്ടാനായിട്ട് ആവശ്യമായ ഹീറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്, ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിച്ചത്. അപ്പൊ ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും 1 കെൽവിൻ ഉയരണമെങ്കിൽ ഇൻഫിനിറ്റ് എമൗണ്ടോ, വളരെ ലാർജ് എമൗണ്ടോ ഹീറ്റ് എന്ത് ചെയ്യണം, അബ്സോർവ് ചെയ്യണം. അല്ലെങ്കിൽ 1 കെൽവിൻ കുറയണമെന്നുണ്ട് എങ്കിൽ വളരെ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യണം, അവിടുന്ന് പുറത്തോട്ട് എടുത്ത് മാറ്റണം. അതാണ് ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി എന്ന് പറയുന്ന ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് എത്ര ഹീറ്റ് ഒരു ബോഡിയിലേക്ക് കൊടുത്താലും അതിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി പോലും കൂടില്ല. അല്ലെങ്കിൽ ഒരു ബോഡിയിൽ നിന്ന് എത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്താലും, അല്ലെങ്കിൽ എത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്ത് മാറ്റിയാലും അതിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി പോലും കുറയില്ല. അപ്പൊ നമ്മുടെ സോഴ്സിന്റെയും സിങ്കിന്റെയും സ്വഭാവം, സോഴ്സും സിങ്കും ചെയ്യുന്ന ജോലി നോക്കിയാണ്. സോഴ്സ് ചെയ്യുന്ന എന്താണ്, ഹീറ്റിനെ പ്രൊവൈഡ് ചെയ്യാണ്. അതിന് ഇൻഫിനിറ്റി ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ഹീറ്റ് അതിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ ആ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിന് ഒരു കോട്ടവും തട്ടുന്നില്ല, 1 ഡിഗ്രി പോലും കുറയുന്നില്ല. അതാണ് ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മുടെ സിങ്ക് എന്ന് പറയുന്ന ഒരു കോൾഡ് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ബോഡിയാണ്, വളരെ താഴ്ന്ന താപനിലയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബോഡിയാണ്. ഈ നമ്മുടെ ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ഹീറ്റ് റിജക്ട് ചെയ്യുന്നത് ഈ പറയുന്ന ബോഡിയിലോട്ടാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ബോഡിയിലോട്ട് ഹീറ്റ് റിജക്ട് ചെയ്യുമ്പോൾ അതിന് ഹീറ്റ് ലഭിച്ചുകൊണ്ടിരിക്കുകയും അതിന്റെ ടെമ്പറേച്ചർ കൂടുകയും വേണം. അപ്പോൾ ഒരു പരിധി എത്തുമ്പോഴത്തേക്കും ഈ പറയുന്ന വർക്കിംഗ് സബ്സ്റ്റൻസ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഹീറ്റ് കൊടുക്കുമ്പോൾ മറ്റേ ബോഡി എന്തായി പോകും, വളരെ ചൂട് കൂടിയ ഒരു ബോഡിയായി പോകും. അങ്ങനെയല്ല, എത്ര ടെമ്പറേച്ചർ റിജക്ട് ചെയ്യുന്ന എത്ര ഹീറ്റ് ഇതിനോട്ടോട്ട് വന്നു കഴിഞ്ഞാലും ഇയാളുടെ ടെമ്പറേച്ചർ T2 എന്ന ഒരല്പം പോലും എന്ത് ചെയ്യുന്നില്ല, ഉയരുന്നില്ല. കാരണം അയാളുടെ ഹീറ്റ് കപ്പാസിറ്റി ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി എന്താണ് എന്നൊരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. 1 കെൽവിൻ കൂടാൻ അല്ലെങ്കിൽ 1 കെൽവിൻ കുറയാൻ എത്ര ഹീറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ എത്ര ഹീറ്റ് അതിൽ നിന്നെടുത്ത് മാറ്റണം. അതിന്റെ വാല്യൂ ഇൻഫിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ബോഡിയിൽ നിന്ന് നമുക്ക് എത്ര വേണമെങ്കിലും ഹീറ്റ് എടുക്കാം, അതിന്റെ ടെമ്പറേച്ചർ കുറയില്ല. ഒരു ബോഡിയിലോട്ട് എത്ര വേണമെങ്കിലും ഹീറ്റ് കൊടുക്കാം, അതിന്റെ ടെമ്പറേച്ചർ കൂടില്ല. അപ്പം അങ്ങനെ ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സാധനങ്ങളാണ് നമ്മുടെ സോഴ്സും സിങ്കും എന്ന് പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോഴ്സ് എന്ന് പറയുന്നത് വളരെ ഒരു ഉയർന്ന ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ഉള്ള ഒരു ബോഡിയാണ്. സിങ്ക് എന്ന് പറയുന്നത് വളരെ ലോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു കോൾഡ് ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോഴ്സിനെ പോലെ തന്നെ ഒരു ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ഉള്ള ഒരു ബോഡിയാണ് സിങ്ക് എന്ന് പറയുന്നത്. പിന്നെയുള്ള 2 സാധനങ്ങളാണ് വർക്കിംഗ് സബ്സ്റ്റൻസ് അതുപോലെ തന്നെ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിനെ പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഈ വർക്കിംഗ് നടക്കുന്നതിനിടയിൽ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പോയിന്റ് മാത്രമാണ് നമ്മുടെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ആ ഒരു നമ്മൾ സാധാരണ
നമ്മൾ ഈ ചാപ്റ്ററിൽ പലപ്പോഴും ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള കാര്യമാണ് ഒരു സിലിണ്ടറിൽ ഒരു ഗ്യാസോ അല്ലെ എയറോ ഐഡിയൽ ഗ്യാസോ ഒക്കെ എടുക്കുന്നു, അതിനൊരു ഫ്രിക്ഷൻലെസ് പിസ്റ്റനുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെ അതിൻ്റെ ഉള്ളിൽ എടുക്കുന്ന ആ ഒരു ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഗ്യാസിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സാധാരണ നമ്മുടെ വണ്ടിക്കകത്തൊക്കെയുള്ള പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിനൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് സാധാരണ എയറാണ്. സക്ക് ചെയ്ത് കിട്ടുന്ന എയറാണ് അവിടുത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ്. ഈ പറയുന്ന എയറിനെയാണ് എന്ത് ചെയ്യുന്നത്, കംപ്രസ് ചെയ്യും, അതിലെ പിസ്റ്റൺ മൂവ് ചെയ്യാൻ കംപ്രസ് ചെയ്യും, എന്താ പറയുക, റിലീസ് ചെയ്യുകയും ഒക്കെ ചെയ്യും. നമ്മുടെ ഒരു ഐഡിയൽ എഞ്ചിൻ അല്ലെങ്കിൽ ഒരു കാർനോട്ട് എഞ്ചിൻ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് എടുത്തിരിക്കുന്ന വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് ആണ്. നമ്മൾ കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ആരാണ്, ഐഡിയൽ ഗ്യാസ് ആണ്. സോ അപ്പൊ അത് ആ ഒരു കാര്യം കൂടി പറയാം. കാർനോട്ട് എഞ്ചിനിൽ ഐഡിയൽ ഗ്യാസ് ആണ് എന്തെന്ന് പറയുന്നത് വർക്കിംഗ് സബ്സ്റ്റൻസ്. പെട്രോൾ ഓർ ഡീസൽ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ എയർ ആണ് വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന്. പെട്രോളോ അല്ലെന്നുണ്ടെങ്കിൽ ഡീസൽ എഞ്ചിനോ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, എയർ ആണ് വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് എടുക്കും. അപ്പം ഹീറ്റ് എഞ്ചിൻ എന്താണെന്നുള്ള കാര്യം ക്ലിയർ ആക്കുക, അതിൻ്റെ പാർട്സ് ഓരോന്നും എന്താണെന്നുള്ള കാര്യം, എന്താണ് ഓരോന്നിൻ്റെയും പ്രത്യേകത എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിനി അതിൻ്റെ വർക്കിങ്ങിലോട്ടും എഫിഷ്യൻസിയിലോട്ടും ഒക്കെ പോകാം. അതുകൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന ഭാഗവും തെർമോഡൈനാമിക്സ് എന്നുള്ള ഈ ടോപ്പിക്കും കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്. സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ വെച്ചിരിക്കുന്ന ഇൻഫിനിറ്റി തെർമൽ കപ്പാസിറ്റി ഉള്ള സോഴ്സ്. ഇതാണ് നമ്മുടെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. മൂന്നാമായിട്ട് നമ്മൾ സിങ്ക് വരയ്ക്കണം. T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. T1 T2നേക്കാൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. പിന്നെ നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്തിരിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു സിലിണ്ടറിനകത്ത് എന്താണ് നമ്മുടെ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എന്താ എടുത്തിരിക്കുന്നു, ഐഡിയൽ ഗ്യാസ്, നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്തിരിക്കുകയാണ്. ഐഡിയൽ ഗ്യാസ് എടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഗ്യാസ് എടുത്തിരിക്കുകയാണ് ഇതിന്റെ കേസിൽ നമ്മുടെ സിലിണ്ടറിനകത്ത്. ഇതിനെ ആദ്യമേ ഞാൻ എന്താണ് ഈ സോഴ്സിലോട്ട് വെക്കുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോഴ്സിലേക്ക് വെക്കുന്നു. ഈ സിലിണ്ടറിനെ എടുത്ത് സോഴ്സിലോട്ട് വെക്കുകയാണ്. സോഴ്സിലോട്ട് വെച്ചിട്ട് ഗ്യാസ് എക്സ്പാൻസ് സ്ലോലി. അതിനെ ഗ്യാസിനെ എന്ത് ചെയ്യുന്നു, സ്ലോ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. സ്ലോ ആയിട്ട് എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. സ്ലോ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അനുവദിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പുറത്ത് ചെറിയ വെയിറ്റ് ഒക്കെ വെച്ച് ആ വെയിറ്റ് ഒക്കെ എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഗ്യാസ് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, Q1 എന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഇത് Q1 എന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. Q1 ഹീറ്റ് അബ്സോർബ്സ്. അപ്പൊ സാറിന് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തെ എന്താ സംഭവിക്കുക, നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തെ എന്താ പറ്റുന്നു, ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പം ആ ടെമ്പറേച്ചർ T1 എന്നുള്ള ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് Q1 എന്നുള്ള ഹീറ്റ് എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ആ ടെമ്പറേച്ചർ T1 എന്തായിട്ടിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഒരു ഐസോ തെർമൽ എക്സ്പാൻഷൻ ആണ് സംഭവിക്കുന്നത്. എന്ത് സംഭവിക്കുന്നു, ഐസോ തെർമൽ എക്സ്പാൻഷൻ. നമ്മുടെ ഒരു PV ഡയഗ്രാം നോക്കി കഴിഞ്ഞാൽ, വോളിയം പ്രഷർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ
എ എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു വരുന്നത്. ആ എയിൽ നിന്ന് എങ്ങോട്ടേക്ക് വരുന്നു? ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് വരുന്നു. P1 V1 എന്ന് പറയുന്ന പ്രഷർ, ആ എ എന്നുള്ള പോയിന്റ് കറസ്പോണ്ട് ചെയ്യാനുള്ള പ്രഷർ എന്ന് പറയുന്ന P1ഉം കറസ്പോണ്ട് ചെയ്യാനുള്ള വോളിയം എന്ന് പറയുന്ന V1 ആണ്. T1 ടെമ്പറേച്ചറിലാണ് ഈ പറയുന്ന പ്രോസസ് നടക്കുന്നത്. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? Q1 എന്ന് പറയുന്ന ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു ഐസോ തെർമൽ എക്സ്പാൻഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഐസോ തെർമൽ പ്രോസസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അത് എയിന്ന് ബിയിലോട്ട് വരുമ്പോൾ P1 എന്ന് പറയുന്നത് P2 ആയിട്ട് മാറുന്നു, V1 എന്ന് പറയുന്നത് V2 ആയിട്ട് മാറുന്നു. വോളിയം കൂടുകയാണ്. എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ സിലിണ്ടറിൽ എടുത്തിരിക്കുന്ന ഐഡിയൽ ഗ്യാസിന് അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസിനെ സോഴ്സിലോട്ട് എടുത്ത് വെക്കുകയാണ്. സോഴ്സ് മെയിൻറ്റെയിൻ അറ്റ് ടെമ്പറേച്ചർ ഓഫ് T1. അവിടെ നിന്നാണ് Q1 എന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. അതൊരു ഐസോ തെർമൽ പ്രോസസ് ആയിട്ട് ഐസോ തെർമലി എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇവിടുന്ന് നേരെ എടുത്ത് ഈ സോഴ്സിലിരുന്ന നമ്മുടെ ഐഡിയൽ ഗ്യാസിനെ എടുത്ത് ഇനി അടുത്ത് എങ്ങോട്ട് വെക്കുകയാണ്? ഇൻസുലേറ്ററിലോട്ട് വെക്കുകയാണ്. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലോട്ട് വെക്കുകയാണ്. സെക്കൻഡ്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചിട്ട് എക്സ്പാൻസ് അഡയാബാറ്റിക്കലി വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? വളരെ സഡനായിട്ട് എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. അഡയാബാറ്റിക് ആണ്. അഡയാബാറ്റിക് ആയിട്ടാണ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു? ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അഡയാബാറ്റിക് എന്ന് പറയാൻ പ്രഷറിന് ചേഞ്ച് ഉണ്ടാവും, വോളിയത്തിന് ചേഞ്ച് ഉണ്ടാവും, ടെമ്പറേച്ചറിന് ചേഞ്ച് ഉണ്ടാവും. പക്ഷേ ഹീറ്റ് കണ്ടന്റ് മാത്രം എന്നുള്ളതില്ല ചേഞ്ച് ഉണ്ടാകത്തില്ല. Q1 എന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്തതിനകത്തിരിക്കുക. ആ Q1 എന്നുള്ള ഹീറ്റിന്റെ വാല്യൂവിന് മാത്രം മാറ്റം ഉണ്ടാകുന്നില്ല. അഡയാബാറ്റിക്കലി ആയതുകൊണ്ട് പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഒക്കെ എന്ത് ചെയ്യുന്നു? T1 എന്നുള്ള ടെമ്പറേച്ചർ ഒക്കെ എന്ത് ചെയ്യുന്നു? മാറുന്നു. നമ്മുടെ ബിയിൽ നിന്നും പുതിയൊരു പോയിന്റിലോട്ട് വരുന്നു, സി എന്നുള്ള പോയിന്റിലോട്ട് വരുന്നു. സി എന്നുള്ള പോയിന്റ് P3 V3. ടെമ്പറേച്ചർ എന്തായിട്ട് മാറും? T2 എന്നുള്ള ടെമ്പറേച്ചറായിട്ട് മാറും. അപ്പൊ നേരത്തെ വരച്ച ആദ്യം ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഒക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഐസോതെർമൽ സ്ലോപ്പ് വളരെ കുറവാണ്. അഡയാബാറ്റിക്കിന്റെ സ്ലോപ്പ് എന്താണ്? കൂടുതലാണ്. വളരെ സ്റ്റീപ്പായിട്ടുള്ള ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇപ്പൊ ടെമ്പറേച്ചർ T1 നന്നായിട്ട് മാറി, T2 ആയിട്ട് മാറി. എക്സ്പാൻഡ് ചെയ്ത് T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ T2 ആയിട്ട് കുറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ നിന്ന് ആളെ എടുത്ത് എങ്ങോട്ട് വെക്കുന്നു? സിങ്കിലോട്ട് എടുത്ത് വെക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ്, സിങ്കിൽ വെച്ചിട്ട് ഗ്യാസ് കംപ്രസ് ഐസോതെർമലി. ഗ്യാസിനെ എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. എങ്ങനെ കംപ്രസ് ചെയ്യുന്നു? ഐസോതെർമലായിട്ട് കംപ്രസ് ചെയ്യുന്നു. അപ്പൊ കംപ്രസ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഈ V3 എന്ന് പറയുന്ന വോളിയം എന്ത് ചെയ്യണം? V2 ആയിട്ട് മാറണം. വേറൊരു വോളിയം കുറയണം. V4 എന്നുള്ള വോളിയത്തിലോട്ട് വരണം. അപ്പം കംപ്രസ് ചെയ്യുമ്പോൾ സാധാരണ എന്താ പറ്റുക? കംപ്രസ് ചെയ്യുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? കൂടാനായിട്ട് വേണം. പക്ഷെ ഐസോതെർമൽ ടെമ്പറേച്ചറിന് മാറ്റം ഉണ്ടാകരുത്. അപ്പൊ കൂടിയ ടെമ്പറേച്ചർ ആ നേരത്തെ T2 തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എക്സ്ട്രാ ഹീറ്റിനെ എന്ത് ചെയ്യും? പുറത്ത് കളയും. കാരണം സിങ്കിലോട്ട് ബാക്കിയുള്ള ഹീറ്റിനെ എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് കളയും. അതായത് ഇവിടുന്ന് സി എന്നുള്ള കാരണം അങ്ങോട്ട് വരുന്നു, ഡിയിലോട്ട് വരുന്നു. എന്ന് ബിയിലോട്ട്, ബി എന്ന് സിയിലോട്ട്, സി എന്ന് എവിടെ വരുന്നു? ഡി എന്ന് പറയുന്ന പോയിന്റിലോട്ട് വരുന്നു. P4 V4 അത് T2 എന്നുള്ള ടെമ്പറേച്ചറിലാണ്. അതായത് ബിന്ന് സിയിലോട്ട് എത്തിയപ്പോൾ അഡയാബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്തപ്പോൾ തന്നെ T1 എന്നുള്ള ടെമ്പറേച്ചർ T2 ആയിട്ട് മാറി. പിന്നെ സിങ്കിലോട്ട് എടുത്ത് വെച്ചിട്ട് ഐസോതെർമലിയാണ് കംപ്രസ് ചെയ്യുന്നത്. ആ T2 എന്നുള്ള ടെമ്പറേച്ചർ എന്തായിട്ട് നിൽക്കണം? കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കണം. സോ അവിടെ Q2 എന്നുള്ള ഹീറ്റ് എന്ത് ചെയ്യുന്നു? പുറത്ത് കളയുന്നു. Q2 ഹീറ്റ് ലിബറേറ്റഡ് ഓർ റിജക്റ്റഡ്. സിങ്കിലോട്ട് എന്ത് ചെയ്യുന്നു? റിജക്ട് ചെയ്യുന്നു. അപ്പൊ ആദ്യമേ സോഴ്സിൽ നിന്ന് Q1 ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന വെച്ചുകൊണ്ട് ഇതിന്റെ ടെമ്പറേച്ചർ T1 യാതൊരു മാറ്റം ഉണ്ടാകുന്നില്ല. കാരണം അത് ഇൻഫിനിറ്റ് തെർമൽ ഹീറ്റ് കപ്പാസിറ്റി ഉള്ള സാധനമാണ്. അതേപോലെ സിങ്കിലോട്ട് എടുത്ത് വെക്കുമ്പോൾ Q2 ഹീറ്റ് സിങ്കിലോട്ട് എന്ത് ചെയ്യുന്നു? ലിബറേറ്റ് ചെയ്യുന്നു, സിങ്കിലോട്ട് കൊടുക്കുക. എന്നിട്ടും അത് T2 ടെമ്പറേച്ചറിൽ തന്നെ നിൽക്കുകയാണ്, ടെമ്പറേച്ചർ മാറുന്നില്ല. കാരണം അതിന് ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. ഇനി അടുത്തതായിട്ട് വീണ്ടും ഈ സിങ്കിൽ നിന്ന് ഈ സാധനത്തെ എന്ത് ചെയ്യുന്നു? തിരിച്ച് നമ്മുടെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലോട്ട് തന്നെ എടുത്ത് വെക്കുന്നു. അവിടെ വീണ്ടും അഡയാബാറ്റിക് കംപ്രഷൻ. വളരെ സഡൻ ആയിട്ട് എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. അങ്ങനെ സഡൻ ആയിട്ട് കംപ്രസ് ചെയ്യുമ്പോൾ വീണ്ടും ഡിയിൽ നിന്ന് ഈ സാധനം എവിടെ പോകും? എയിലോട്ട് പോകും. അതായത് T2 എന്നുള്ള ടെമ്പറേച്ചറിൽ നിന്ന് കംപ്രസ് ചെയ്യുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ കൂടി അങ്ങോട്ടേക്ക് പോകും? T1 പോകും.
ഈ പ്രോസസ് എന്ത് ചെയ്തോണ്ടിരിക്കും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിനെയാണ് എന്താ വിളിക്കുന്നത്, കാർനോട്ട് സൈക്കിൾ എന്ന് വിളിക്കും. എന്താ വിളിക്കുന്ന, കാർനോട്ട് സൈക്കിൾ. ക്ലിയർ ആണോ? ആ കാർനോട്ട് സൈക്കിളിന്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം, PV ഡയഗ്രാമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് കൃത്യമായിട്ട് നോക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത്. നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഐഡിയൽ ഗ്യാസ് എടുത്തിരിക്കുന്ന സിലിണ്ടറിനെ ആദ്യം നമ്മുടെ ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റിയുള്ള സോഴ്സിലോട്ട് വെക്കുന്നു. അവിടെ വെച്ചിട്ട് നമ്മൾ ഐസോ തെർമലി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. അതാണ് വേണ്ട ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങൾ ആരോ മാർക്കുണ്ട്, അതെല്ലാം എഴുതിയിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാഫിൽ ഓരോ പോയിന്റുകളും വരുന്നുണ്ട്. അപ്പം ഒന്ന്, നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസിനെ എടുത്ത് സോഴ്സിൽ വെക്കുന്നു. സോഴ്സ് മെയിൻറ്റെയിൻഡ് അറ്റ് ടെമ്പറേച്ചർ T1 having infinite thermal capacity and there the gas is allowed to expand slowly or isothermal expansion. ഇപ്പൊ ടെമ്പറേച്ചർ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കുറയുകയാണ്. സോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് Q1 എന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. പക്ഷെ Q1 എന്നുള്ള അത്രയും ഹീറ്റ് അബ്സോർബ് ചെയ്ത് വെച്ചുകൊണ്ട് സോഴ്സിന്റെ ടെമ്പറേച്ചറിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. നമ്മൾ അതിനെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാണ്. A എന്ന് പറയുന്നതിൽ നിന്നും ബിയിലേക്ക് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തു. Q1 heat absorb ചെയ്തു. Then we place the working substance in the insulating stand and the gas is allowed to expand adiabatically. അഡയബാറ്റിക് ഒരു സഡൻ പ്രോസസ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ പ്രഷറിനും വോളിയത്തിനും ടെമ്പറേച്ചറിനും ഒക്കെ മാറ്റം ഉണ്ടാവുകയാണ്. ബട്ട് ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ആൻ അഡയബാറ്റിക് പ്രോസസ്. സോ അതാണ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നു. BC എന്ന് പറയുന്ന അഡയബാറ്റിക് എക്സ്പാൻഷൻ, വോളിയം കൂടുകയാണ്. സോ ടെമ്പറേച്ചർ T1 നിന്ന് T2 എന്ത് ചെയ്യുന്നു, ഫോൾ ചെയ്യുന്നു. Then we place the working substance from insulating stand to the cold reservoir sink. Cold reservoir ഒരു വളരെ ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന സാധനമാണ്. ഇറ്റ് ഇസ് ഓൾസോ ഹാവ് ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി. അവിടെ വെച്ചിട്ട് അതിനെ ഐസോതെർമലി കംപ്രസ് ചെയ്യുന്നു. ഐസോതെർമൽ കംപ്രഷൻ ആണ്. സോ കംപ്രസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, എക്സ്ട്രാ ഹീറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സിങ്കിലേക്ക് എന്ത് ചെയ്യുന്നു, റിജക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്നു. Q2 amount of heat ആണ് ലിബറേറ്റ് ചെയ്യുന്നത്. ആ ഐസോതെർമൽ കംപ്രഷന്റെ കർവാണ് CD എന്ന് പറയുന്നത്. Then again put that cylinder back to the insulating stand, allowed the gas to compress adiabatically. സോ അങ്ങനെ ഒരു സൈക്കിള് പൂർത്തിയാക്കുന്നു. സോ ആ ഒരു സൈക്കിളിൽ Q1 amount of heat അബ്സോർബ് ചെയ്യുകയും Q2 amount of heat റിജക്ട് ചെയ്യുകയും ചെയ്യുന്നു. ആ ഹീറ്റ് ഡിഫറൻസ് എത്രയാണോ അത്രയാണ് അവിടെ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിനെയാണ് എന്താ വിളിക്കുക, കാർനോട്ട് സൈക്കിൾ എന്ന് വിളിക്കുക. അപ്പം ഒരു കാർനോട്ട് സൈക്കിളില് ആ കിട്ടുന്ന ലൂപ്പിന്റെ ഏരിയ എന്ന് പറയുന്നതാണ് അതിന്റെ വർക്ക് ഡണ്ണിന് ഈക്വൽ ആയിട്ട്. ഈ നെറ്റ് വർക്ക് ഡൺ ഇൻ വൺ സൈക്കിൾ എന്ന് പറയുന്നത് ഏതായിരിക്കും, ഏരിയ ഓഫ് ABCD. സോ അത് ഈ സൈഡിലൊന്ന് എഴുതിയിട്ടേക്കാം. നെറ്റ് വർക്ക് ഡൺ ഇൻ വൺ സൈക്കിൾ, ഒരു കാർനോട്ട് സൈക്കിളിൽ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഏരിയ ഓഫ് ABCD എന്നുള്ള ആ ഒരു കർവിന്റെ ഏരിയ, അതിന്റെ അകത്ത് വരുന്ന പോർഷൻ ആയിരിക്കും എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ. സോ അവസാനമായിട്ട് അതിന്റെ എഫിഷ്യൻസിയെ പറ്റിയോട് കൂടി പറയാം. എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ, അല്ലെ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ എന്താ പറയാ ഹീറ്റ് അബ്സോർബ്ഡ് എന്ന് പറയാം. സോ ഞാൻ ഈ താഴെ എഴുതിയേക്കുന്നൊന്ന് വായിക്കുകയാണ്. എഫിഷ്യൻസി ഈറ്റ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. വർക്ക് ഡിവൈഡ് ബൈ ഹീറ്റ് അബ്സോർബ്ഡ്. സോ ഈറ്റ ഈക്വൽ ടു വർക്ക് എന്ന് പറയുന്ന W ഡിവൈഡ് ബൈ അബ്സോർവ് ചെയ്യുന്ന എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ്, Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് സോഴ്സിൽ നിന്ന് അബ്സോർവ് ചെയ്യുന്നത്. Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർവ് ചെയ്യുന്നു. ഇനി Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർവ് ചെയ്യുന്നു, Q2 എന്ത് ചെയ്യുന്നു, പുറത്തു കൊടുക്കുന്നു. 10 കാര്യങ്ങൾ ഞാൻ പഠിച്ചു, 8 കാര്യങ്ങൾ ഞാൻ തിരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ എന്താ പറയാ 10 എണ്ണം ഞാൻ എടുത്തു, അത് വെച്ച് ഞാൻ ജോലി ചെയ്തിട്ട് 2 എണ്ണം തിരിച്ചു കൊടുത്തു. ബാക്കി 8 എണ്ണം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ അതുപോലെ Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തു, Q2 തിരിച്ചു കൊടുത്തു. അപ്പൊ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നതായിരിക്കും Q1 മൈനസ് Q2 ഡിവൈഡ് ബൈ Q1. ഇതിനെ എങ്ങനെ എഴുതാം, 1 മൈനസ് Q2 ഡിവൈഡ് ബൈ Q1 എന്ന് എഴുതാം. അപ്പൊ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഓർത്ത് വെക്കുക, 1 മൈനസ് Q2 divided by Q1. 1 minus Q2 divided by Q1. അതായത്
ഹീറ്റ് ലിബറേറ്റഡ് ഡിവൈഡഡ് ബൈ ഹീറ്റ് അബ്സോർബ്ഡ്. ഓൾസോ മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, ഈറ്റയ്ക്ക് 1 മൈനസ് T2 ഡിവൈഡ് ബൈ T1 എന്നൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. അതായത് T2 എന്ന് പറയുന്നത് സിങ്കിന്റെ അല്ലെ കോൾഡ് റിസർവോയറിന്റെ ടെമ്പറേച്ചറും T1 എന്ന് പറയുന്നത് നമ്മുടെ ഹോട്ട് റിസർവോയർ അല്ലെങ്കിൽ സോഴ്സിന്റെ ടെമ്പറേച്ചറുമാണ് എന്തെന്ന് പറയുന്നത് T1 എന്ന് പറയും. അപ്പം ഇത്രയുമാണ് എഫിഷ്യൻസിയെ പറ്റിയിട്ട് പറയാനായിട്ടുള്ള. ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന ഭാഗവുമായിട്ട് വരുന്ന കാര്യങ്ങൾ ഇത്രയാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് എന്താണ് ഹീറ്റ് എഞ്ചിൻ എന്നുള്ള ഡെഫിനിഷൻ, അതിന്റെ പാർട്സ് എന്തൊക്കെയാണ്, ആ ഓരോ പാർട്സിനെയും പ്രത്യേകിച്ച് സോഴ്സിനെ പറ്റിയിട്ടും സിങ്കിനെ പറ്റിയിട്ടും പറഞ്ഞ കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് ഓർക്കുക. പിന്നീട് നമ്മളെ കാർനോട്ട് സൈക്കിൾ എന്ന് പറയാം. പിന്നെ എന്താ പറയാ, പെട്രോൾ എഞ്ചിന്റെയും ഡീസൽ എഞ്ചിന്റെയും കേസിൽ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് എന്താണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ എയർ ആണ് വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്, അത് ഓർമ്മയിലുണ്ടായിരിക്കുക. പിന്നീട് ഈ പറഞ്ഞ സൈക്കിളിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് തെർമോഡൈനാമിക്സ് എന്ന പാഠത്തിൽ പറയാനായിട്ടുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളൊക്കെയാണ്, അത് മറ്റു ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.